അടിമുടി അടികിട്ടി നിൽക്കുന്ന മുഖ്യമന്ത്രി മുങ്ങാൻ ഒരു പഴുതു നോക്കുമ്പോൾ വീണ് കിട്ടിയ പിടിവള്ളി കേരളത്തിൻ്റെ വികസനത്തിന് എന്നും പറഞ്ഞ് വീണ്ടും വിദേശത്തേക്ക് കടക്കാൻ പിണറായി മുഖ്യമന്ത്രി സർക്കാരിനെയും പാർട്ടിയും നടുക്കടലിൽ തള്ളിയിട്ടാണ് പോകുന്നത്. ശബരിമല വിവാദവും വിവേക് കിരണിൻ്റെ ED നോട്ടീസും വൻ പൊട്ടിത്തെറിയെ നിൽക്കുമ്പോൾ ഒന്നിനും മറുപടി പറയാതെ മുഖ്യമന്ത്രി മുങ്ങുന്നു. മാധ്യമങ്ങളെ പേടിച്ചുള്ള ഓട്ടമാണിത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെ കുടുക്കിയാണ് പിണറായി തടി തപ്പാൻ പോകുന്നത്. മാധ്യമങ്ങൾ കയറി വളയും. എല്ലാത്തിനും ഗോവിന്ദൻ ഉൾപ്പെടെ മുതിർന്ന CPM നേതാക്കൾ മറുപടി പറയേണ്ടി വരും. സ്വന്തം കുടുംബത്തിന് നേരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്കും ഒരക്ഷരം പറയാതെ പാർട്ടിയെ കൊണ്ട് മറുപടി പറയിപ്പിക്കുന്ന ഈ പിണറായി വിജയനാണ് ഇരട്ടച്ചങ്കൻ എന്ന് വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ കൂടെയുള്ളവരുടെ കാലുവാരി ഓടുന്നത് പിണറായിയുടെ സ്ഥിരം ഏർപ്പാടാണ്. വിദേശ നിക്ഷേപം കേരളത്തിലേക്ക് ഒഴുക്കുമെന്ന് ഡയലോഗ് അടിച്ച് മുൻപ് പലതവണ പിണറായി യാത്ര നടത്തിയിരുന്നു. എന്നാൽ മല മറിച്ചുകൊണ്ട് വന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തും. വീണ്ടും വിദേശത്തേക്ക് വട്ടം കൂട്ടുന്ന പിണറായി വിജയന്റെ നടപടിയെ വിമർശിച്ച് ജനങ്ങൾ പൊട്ടിത്തെറിക്കുകയാണ്. ക്ഷമ പരീക്ഷിക്കരുത് എന്നാണ് ജനങ്ങൾ പറയുന്നത്. എങ്ങനെ ഖജനാവിനെ മുടിപ്പിക്കാം എന്നതിന് തെളിവായി മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് യാത്രാ പരിപാടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ഈ മാസം 14 മുതൽ ഡിസംബർ 1 വരെ നടക്കും. എന്നുവെച്ച് ഒറ്റ ട്രിപ്പല്ല, പോയും വന്നും പോയും പിണറായിയുടെ ഗൾഫ് പര്യടനം ഇങ്ങനെ നടക്കും. ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടം വിമാന ടിക്കറ്റ് ഇനത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ ഉണ്ടാകും. പുറത്തു വന്ന യാത്രാ പദ്ധതിയിൽ അടിമുടി പ്രശ്നങ്ങളുണ്ട്. യാത്ര നടക്കുമോ എന്നത് ഇനിയും ഉറപ്പില്ലാത്ത കാര്യവുമാണ്. ഇപ്പോഴുള്ള ഷെഡ്യൂളുകൾ പ്രകാരമാണെങ്കിൽ ഖജനാവിന് ക്ഷീണമുറപ്പാണ്. മാധ്യമങ്ങളിലെല്ലാം മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനത്തിന്റെ വിശദാംശങ്ങളാണ് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. മാധ്യമ വാർത്തകൾ ശരിയാണെങ്കിൽ ഖജനാവിൽ നിന്ന് വലിയൊരു തുക വിമാന ടിക്കറ്റ് ഇനത്തിൽ തന്നെ പൊടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വിദേശയാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെങ്കിലും വിവിധ രാജ്യങ്ങളിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് അനുമതിയായി എങ്കിലും സൗദി യാത്രയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 14 രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റിലേക്ക് എത്തും. 16 വൈകിട്ട് 5 പ്രവാസി മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കും. ബഹ്റൈനിൽ നിന്ന് റോഡ് മാർഗം സൗദിയിലേക്ക് പോകാനാണ് പദ്ധതി. എങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയെ ആശ്രയിച്ചിരിക്കും യാത്ര. സൗദിയിൽ ദമാം, ജിദ, റിയാദ് എന്നിവിടങ്ങളിലാണ് പരിപാടികൾ തീരുമാനിച്ചിട്ടുള്ളത്. 19 കൊച്ചിയിലേക്ക് തിരിക്കും. സൗദി സന്ദർശനത്തിന് അനുമതി ലഭിച്ചില്ലെങ്കിൽ 16 തന്നെ ബഹ്റൈനിൽ നിന്ന് മടങ്ങുന്നതിനുള്ള പ്ലാൻ ബിയുമുണ്ട്. അതായത് 14 രാത്രി ഗൾഫിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി എങ്ങനെയായാലും 19 കേരളത്തിൽ കാണും. അതിനുശേഷം വീണ്ടും 22 രാത്രി തിരുവനന്തപുരത്ത് നിന്നും ഒമാനിലെ മസ്കറ്റിലേക്ക് പോകും. 24 അവിടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. 25 സലാലയിലെ സമ്മേളനത്തിൽ കൂടി പങ്കെടുത്ത ശേഷം 26 വീണ്ടും കൊച്ചിയിലേക്ക് തിരിക്കും. അതായത് 4 ദിവസത്തിനുള്ളിൽ വീണ്ടും കേരളത്തിൽ പിണറായി എത്തും. അങ്ങനെ എത്തുന്ന മുഖ്യമന്ത്രി വീണ്ടും ഗൾഫിലേക്ക് പായ്. 28 രാത്രി കൊച്ചിയിൽ നിന്ന് ഖത്തറിലേക്ക് എത്തുന്ന മുഖ്യമന്ത്രി 30 വൈകുന്നേരം 5 പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. 30 രാത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും. നവംബർ 5 അടുത്ത യാത്ര തുടങ്ങുന്നത്. 7 വൈകുന്നേരം 5 മണിക്ക് കുവൈറ്റിലെ പരിപാടിയിൽ പങ്കെടുക്കും. അവിടെ നിന്ന് അബുദാബിയിലേക്ക് പോയി 5 ദിവസം അവിടെ തുടരും. നവംബർ 8 വൈകുന്നേരം 5 അബുദാബിയിലെ പരിപാടി. നവംബർ 10 അല്ലെങ്കിൽ 11 മടക്കം. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ അബുദാബിയിലെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യാത്ര എന്നുണ്ടാകുമെന്ന് ആർക്കും ഉറപ്പില്ല. പോകുന്ന വഴിക്ക് മകനെ കണ്ട് ED നോട്ടീസിന്റെ വിവാദവും പൊട്ടിത്തെറിയുമെല്ലാം ചർച്ചയാക്കണമല്ലോ. എന്തായാലും പോകുന്ന വഴിയോ അല്ലെങ്കിൽ വരുന്ന വഴിയോ മുഖ്യമന്ത്രി മകനെ കണ്ടിട്ടേ തിരികെ കേരളത്തിലെത്തൂ. ഈ ദിവസങ്ങളിൽ അത്രയും പാർട്ടി നിന്ന് ഉരുകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ശബരിമല വിഷയത്തിലോ മകന്റെ വിഷയത്തിലോ ഒന്നും തന്നെ കൃത്യമായ ഒരു പ്രതികരണം കൊടുക്കാതെയാണ് മുഖ്യമന്ത്രി 14 കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അതായത് നിൽക്കക്കള്ളി ഇല്ലാതെ വന്നതോടുകൂടിയാണ് ഈ തിടുക്കപ്പെട്ടുള്ള യാത്ര എന്നുള്ള ആരോപണവും ശക്തമാവുന്നുണ്ട്. മകന്റെ വിഷയത്തിൽ പിണറായി ഊരാക്കുടുക്കിലേക്ക് വീണിരിക്കുകയാണ്. അമിത്ഷായെ കാണാൻ പോയത് മകനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നുമുണ്ട്. കുടുംബത്തിന് നേരെ വന്ന ആരോപണങ്ങളിൽ പാർട്ടിക്ക് വേണമെങ്കിൽ മറുപടി പറയട്ടെ എന്ന നിലപാടേ പിണറായി വിജയനുള്ളൂ. ശബരിമല വിഷയത്തിൽ പിന്നെ ഒരു അക്ഷരം മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിലും പാർട്ടി മറുപടി പറയേണ്ടി വരും. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു അക്ഷരം പറയാൻ സൗകര്യമില്ലെന്ന് വായിലെ
വായിൽ പിരിവെട്ടി നിന്നാൽ പിന്നെ എന്ത് പറയാനാണ്? സ്വന്തം മകന് നേരെ വന്ന ആരോപണത്തിലെങ്കിലും ഒരു അച്ഛൻ എന്ന നിലയിൽ പ്രതികരിക്കാനുള്ള ബാധ്യതയുണ്ടല്ലോ. എന്നാൽ ആ ആരോപണം വന്നിരിക്കുന്നത് അങ്ങനെ നിസ്സാര വിഷയത്തിലൊന്നുമല്ല. സർക്കാരിന്റെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മകന് നേരെ ആരോപണം വന്നിരിക്കുന്നത്. അതായത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണം, കള്ളപ്പണം വെളുപ്പിച്ചു എന്നാണ് ഇഡിയുടെ കേസിലുള്ളത്. അപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനങ്ങളോട് കൃത്യമായി മറുപടി പറയാനുള്ള ധാർമ്മികത ഇനിയെങ്കിലും പിണറായി കാണിക്കണം. ധാർമ്മികത ഇല്ല എന്നറിയാം, എങ്കിലും മലയാളികൾ ഇപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ്. പിണറായി വിജയൻ എല്ലാത്തിനും മറുപടി പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. എന്തായാലും നവംബറിൽ കേരളത്തിൽ തിരിച്ചെത്തുന്ന മുഖ്യമന്ത്രി നവംബറിൽ വീണ്ടും ദുബായിലെത്തും. മകന്റെ അടുത്തേക്ക് തന്നെ പോകുമെന്നാണ് വിവരങ്ങൾ. ഡിസംബർ 1 ദുബായ് മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കുവാനാണ് പോകുന്നത്. പക്ഷേ മകനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഗൾഫ് പര്യടനം ഏതാണ്ട് 45 ദിവസത്തിനധികം ഉണ്ടാകുമെന്ന് സാരം. സാധാരണഗതിയിൽ ഭരണാധികൾ പരമാവധി കരുതലോടെയാകും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുക. എല്ലാം ചേർത്ത് 7 ദിവസം കൊണ്ട് തീർക്കാവുന്ന ഈ പരിപാടികൾ കൂടിപ്പോയാൽ 10 ദിവസം. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് വലിച്ചിഴച്ച് 1.5 മാസത്തെ പര്യടനമാക്കുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം വലിയൊരു സംഘം പോകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാര്യ യാത്ര ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഈ സംഘത്തിനെല്ലാം വിമാന ടിക്കറ്റ് ഇനത്തിൽ വൻ തുക ഖജനാവിൽ നിന്ന് പോകും. കരുതലോടെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നുവെങ്കിൽ ടിക്കറ്റ് തുകയിൽ വലിയൊരു ആശ്വാസം കേരളത്തിന് വരുമായിരുന്നു. പിന്നെ കേരളത്തിന് നന്മയുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണല്ലോ പിണറായി വിജയൻ കസേരയിൽ കയറിയിരിക്കുന്നത്. മുടിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കുടുംബം രക്ഷപ്പെടണം, ബാക്കി കേരളം മുടിഞ്ഞു പോകട്ടെ എന്നുള്ളതാണ് പിണറായിയുടെ ഒരു നിലപാട്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി മകന്റെ നേരെ വന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഇതിനെല്ലാം കൃത്യമായ മറുപടി കൊടുത്തിട്ട് ജനങ്ങൾക്ക് ഇതെല്ലാം ബോധ്യപ്പെടുത്തിയിട്ട് വേണ്ടേ പര്യടനത്തിന് പോകാൻ? എന്നാൽ എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനുള്ളത് കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും വന്നുപെടാൻ പിണറായിക്ക് ധൈര്യമില്ല. നിന്ന നിൽപ്പിൽ വിദേശത്തേക്ക് ഓടുകയാണ്. ലൈഫ് മിഷൻ കേസിൽ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ച കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അതായത് ആരെയും വിവരങ്ങൾ അറിയിച്ചില്ല എന്ന്. ഇക്കാര്യം CPMന്റെ കേരളത്തിലെ നേതൃഘടകത്തിൽ പുതിയ വിവരമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. മകൾ വീണ വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെക്കുറിച്ചും മുഖ്യമന്ത്രി കേരളത്തിലെ പാർട്ടി നേതാക്കളിൽ വിശദീകരിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുണ്ട്. എന്നാൽ വീണയ്ക്കെതിരെ നീക്കം CPM അറിഞ്ഞിരുന്നു. അന്ന് മാധ്യമ വാർത്തകൾ ഇക്കാര്യത്തിൽ സജീവമായിരുന്നു. എന്നാൽ മകനെതിരായ സമൻസ് പരമരഹസ്യമായി പിണറായി സൂക്ഷിച്ചു. അതായത് വിവരം പുറത്തേക്ക് പോയാൽ കാല് വാരാവുന്ന പാർട്ടിയിലുള്ള ചിലർ ഉണ്ട് എന്നും തന്റെ ശത്രുക്കൾ ഈ വിവരം പുറത്തേക്ക് എത്തിക്കുമെന്നും പിണറായി ഭയപ്പെട്ടിരിക്കാം. സമൻസ് നൽകിയിട്ട് ഹാജരായില്ലെങ്കിൽ 2 തവണ കൂടി സമൻസ് നൽകുകയാണ് ഇഡിയുടെ രീതി. 3 സമൻസിൽ ഹാജരായില്ലെങ്കിൽ വീട്ടിൽ റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്യും. അതാണ് അടുത്ത നടപടി. വിവേകിന്റെ കാര്യത്തിൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. നേരിട്ടോ മറ്റാരെങ്കിലും വഴിയോ സ്വന്തം ഭാഗം വിശദീകരിച്ച് ക്രമക്കേടില്ല എന്ന് തെളിയിച്ചാൽ സമൻസിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. എന്നാൽ വിവേക് വിശദീകരണം നൽകിയതായി വിവരമില്ല. മുഖ്യമന്ത്രിയുടെ മകനുള്ള സമൻസ് ED മരവിപ്പിച്ചു എന്നാണ് ഇതുവരെ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.